ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷൻസ് ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഇന്ന് ടൈപ്സ് ഓഫ് റിലേഷൻസ്. ഓക്കെ, ടൈപ്സ് ഓഫ് റിലേഷൻ. ടൈപ്സ് ഓഫ് റിലേഷൻസ്, ഒന്നാമത്തെ റിലേഷൻ റിഫ്ലെക്സീവ് റിലേഷൻ. റിഫ്ലെക്സീവ് റിലേഷൻ. Let A be any set. Then relation on A. Relation on A എന്ന് പറഞ്ഞാൽ A cross A യുടെ subset ആയിരിക്കും. Okay. Relation on A is called a reflexive relation. Called a reflexive relation if A comma A element of R are for every A element of capital. When A, then a relation on A, then a relation on relation R on A. Okay, relation R on A is called a reflexive relation if every element is related to itself. അതാണ് അതിന്റെ അർത്ഥം. If A element of R എന്ന് പറഞ്ഞാൽ എല്ലാ എലമെന്റ്സും അതുമായിട്ട് തന്നെ റിലേറ്റഡ് ആയിരിക്കും. എല്ലാ എലമെന്റ്സും അതുമായിട്ട് തന്നെ റിലേറ്റഡ് ആയിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോ എ ബി A equal to 1, 2, 3 ആണെന്ന് വിചാരിക്കാം. A equal to 1, 2, 3. ഓക്കെ, നമ്മുടെ റിലേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അതായത് A is related to A less than or equal to B implies A is related to B. Okay, 1 less than or equal to 1 ആണ്, 2 less than or equal to 2 ആണ്, 3 less than or equal to 3 ആണ്. അതുകൊണ്ട് 1 is related to 1. 2 is related to 1. 2 is related to 2. 3 is related to 3. അപ്പോൾ എല്ലാ എലമെന്റും അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്? ഒരു റിഫ്ലെക്സീവ് റിലേഷൻ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് ഒരു റിഫ്ലെക്സീവ് റിലേഷൻ. പക്ഷെ A ലെസ് ദാൻ B ആയിരുന്നു എന്ന് വിചാരിക്കാം. A ലെസ് ദാൻ B ആയിരുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ A ലെസ് ദാൻ B ആവുമ്പോൾ 1 ലെസ് ദാൻ 1 ആണോ? അല്ല, റോങ് ആണ്. അപ്പൊ 1 is not related to 1. Not related to 1. So less than is not a reflexive relation. Less than is not a reflexive relation. അപ്പോൾ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ എലമെന്റ്സും അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കും. ഒരു സെറ്റ് തന്നു, ആ സെറ്റിൽ ഞാൻ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തു. ഇൻ ദാറ്റ് റിലേഷൻ എല്ലാ എലമെന്റ്സും അതിനോട് റിലേറ്റഡ് ആണെങ്കിൽ ആ റിലേഷനെ നമ്മൾ എന്ത് പറയും? റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതാണ് റിഫ്ലെക്സീവ് റിലേഷൻ. അടുത്തത് രണ്ടാമത്തെ ടൈപ്പ് സിമ്മെട്രിക് റിലേഷൻ. Symmetric relation. Let A be any set, then a relation R on A is said to be a symmetric relation. Said to be a symmetric relation if AB element of R implies BA element of R for every A comma B element of capital. അത് എയും ബിയും റിലേറ്റഡ് ആണെങ്കിൽ ബിയും എയും റിലേറ്റഡ് ആയിരിക്കും. എയും ബിയും റിലേറ്റഡ് ആണെങ്കിൽ ബിയും എയും റിലേറ്റഡ് ആയിരിക്കും. അതിപ്പോ നമ്മൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്, പക്ഷേ ദാറ്റ്സ് നോട്ട് ഇംപ്ലൈസ് എന്ത് 2 ലെസ് ദാൻ ഈക്വൽ ടു 1. 1 ലെസ് ദാൻ ഈക്വൽ ടു 2 ആണ്, പക്ഷെ 2 ലെസ് ദാൻ ഈക്വൽ ടു 1 അല്ല. അപ്പൊ ഇത് എന്തല്ല? നോട്ട് എ symmetric relation. Not a symmetric relation. Okay, not a symmetric relation. അപ്പോൾ സിമെട്രിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 1 എയും ബിയും റിലേറ്റഡ് ആണെങ്കിൽ ബിയും എയും റിലേറ്റഡ് ആയിരിക്കും. പക്ഷെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തല്ല? ഒരു സിമെട്രിക് റിലേഷൻ അല്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തല്ല? ഒരു സിമെട്രിക് റിലേഷൻ. ഓക്കെ, അപ്പോൾ സിമെട്രിക് റിലേഷൻ എന്ന് പറയുന്നത് എ ബി എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ ബി എയും എലമെന്റ് ഓഫ് ആർ ആയിരിക്കണം. പക്ഷെ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്, പക്ഷെ 2 ലെസ് ദാൻ ഈക്വൽ ടു 1 അല്ല. അതുകൊണ്ട് നോട്ട് എ സിമെട്രിക് റിലേഷൻ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തല്ല? സിമെട്രിക് റിലേഷൻ അല്ല. പക്ഷെ അതെന്തായിരുന്നു? റിഫ്ലെക്സീവ് റിലേഷൻ ആയിരുന്നു.
ലെസ് ദാൻ ഈക്വൽ ടു എന്തായിരുന്നു? റിഫ്ലക്സീവ് റിലേഷൻ ആയിരുന്നു, പക്ഷെ എന്തല്ല, സിമെട്രിക് റിലേഷൻ അല്ല. അപ്പൊ നമുക്ക് സിമെട്രിക് റിലേഷൻ ഒരു എക്സാമ്പിൾ വേണം. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുക, ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3. ഞാൻ ആർ എന്ന് പറഞ്ഞ റിലേഷൻ എഴുതി 1 1 1 2 2 1. ഓക്കെ, ഇതൊരു എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ്. 1 1 1 2 2 1 എന്ന് പറയുന്നത് എന്താണ്? എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് ഇതെന്താണ്? റിലേഷൻ ആണ്. ഓക്കെ, ഇവിടെ 1 2 എലമെന്റ് ഓഫ് ആർ ആണ്. 1 2 എലമെന്റ് ഓഫ് ആർ ആണ്. 2 1 സോ 2 1 എലമെന്റ് ഓഫ് ആർ ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആർ ഈസ് എ സിമെട്രിക് റിലേഷൻ. ആർ എന്താണ്? ഒരു സിമെട്രിക് റിലേഷൻ. ഓക്കെ, അപ്പോൾ സിമെട്രിക് റിലേഷൻ എഴുതാൻ പറഞ്ഞാൽ ഈസി ആയിട്ട് എഴുതാം. എ ഒരു 1 2 3 എന്ന് പറഞ്ഞ സെറ്റ് എഴുതുക. ആർ എന്ന് പറഞ്ഞിട്ട് എ ക്രോസ് ആയിട്ട് ഒരു സബ്സെറ്റ് എഴുതുക. എ ക്രോസ് എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും ഇവിടെ? എ ക്രോസ് എയിൽ ഇവിടെ 8 എലമെന്റ്സ് ഉണ്ടാവും. 1 1 1 2 അല്ല 9 എലമെന്റ്സ് ഉണ്ടാവും. 1 3 2 1 2 2 2 3 3 1 3 2 3 3 അങ്ങനെ 9 എലമെന്റ്സ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലുമൊക്കെ എലമെന്റ്സ് എടുത്ത് എഴുതുക. അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് 1 1 1 2 2 1 ആണ്. അപ്പോൾ എ ക്രോസ് എയുടെ ഒരു സബ്സെറ്റ് കിട്ടും. എ ക്രോസ് എയുടെ സബ്സെറ്റുകളെല്ലാം റിലേഷൻ ഓൺ എ ആണ്. ഓക്കെ, എ ക്രോസ് എയുടെ സബ്സെറ്റുകളെല്ലാം റിലേഷൻ ഓൺ എ ആണ്. സോ ഇവിടെ 1 2 ഉണ്ട്, 2 1 ഉണ്ട്. അപ്പോൾ എ ബി എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ ബി എലമെന്റ് ഓഫ് ആർ ആണ്. ഇവിടെ 1 3 എടുക്കേണ്ട ആവശ്യമില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. 1 2 ഉണ്ടെങ്കിലേ നമ്മൾ ഇത് നോക്കേണ്ട ആവശ്യമുള്ളൂ. 2 1 ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി നിൽക്കാം, ആർ ആർ 1 1 1 3 1 2. ഇതും എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ ഇതും റിലേഷൻ ആണ്. ഓക്കെ, പക്ഷെ ഇതെന്തല്ല, സിമെട്രിക് അല്ല. എന്താ കാരണം? 1 3 എലമെന്റ് ഓഫ് ആർ ആണ്, പക്ഷെ 3 1 എന്തല്ല, നോട്ട് എലമെന്റ് ഓഫ് ആർ. ഓക്കെ, അപ്പൊ 1 3 എലമെന്റ് ഓഫ് ആർ ആണ്, 3 1 നോട്ട് എലമെന്റ് ഓഫ് ആർ ആണ്. സോ ആർ ഇസ് നോട്ട് സിമെട്രിക്. അപ്പൊ സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 ഉണ്ടെങ്കിൽ 2 1 ഉണ്ടായിരിക്കണം, 1 3 ഉണ്ടെങ്കിൽ 3 1 ഉണ്ടായിരിക്കണം, 2 3 ഉണ്ടെങ്കിൽ 3 2 ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരെണ്ണം ഉണ്ടെങ്കിൽ എ ബി ഉണ്ടെങ്കിൽ ബി എ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. ഓക്കെ, അപ്പൊ എ ബി ഉണ്ടെങ്കിൽ ബി എ എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? സിമെട്രിക് റിലേഷൻ എന്ന് പറയാൻ. ഓക്കെ, നെക്സ്റ്റ് സിമെട്രിക് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇമ്പോർട്ടന്റ് റിലേഷൻ ആണ് ട്രാൻസിറ്റീവ് റിലേഷൻ. മൂന്നാമത്തെ ട്രാൻസിറ്റീവ് റിലേഷൻ. ട്രാൻസിറ്റീവ് റിലേഷൻ. അപ്പോൾ ലെറ്റ് എ be any set, then a relation R on A is said to be a transitive relation. Said to be a transitive relation if AB element of R, BC element of R implies AC element of R. എയും എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സിയും ഉണ്ടായിരിക്കും. എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സിയും ഉണ്ടായിരിക്കും. ഇതാണ് എന്ത്? ട്രാൻസിറ്റീവ് റിലേഷൻ. എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സിയും ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ ആർ എന്ന് പറഞ്ഞ റിലേഷൻ ഡിഫൈൻ ചെയ്തു 1 1 1 2 1 3. ഓക്കെ, 1 1 1 2 1 3. ഇത് 1 1 1 2 ഉണ്ട്, 1 3 ഉണ്ട്. ഓക്കെ, 1 2 എലമെന്റ് ഓഫ് ആർ ആണ്, 1 3 എലമെന്റ് ഓഫ് ആർ ആണ്. സോ 1 3 എലമെന്റ് ഓഫ് ആർ ആയിരിക്കണം. 1 3 എലമെന്റ് ഓഫ് ആർ ആണ്, അതുകൊണ്ട് ട്രാൻസിറ്റീവ് ആണ്. മനസ്സിലായോ? 1 2 ഉണ്ട്, ഇനി 2 1 ഉണ്ടെങ്കിൽ 1 1 നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ 1 1 ഉണ്ട്, 1 2 ഉണ്ട്, 1 2 ഉണ്ട്. അപ്പൊ ഇതൊരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. കാരണം 1 1 ഉം 1 2 ഉണ്ട്, അപ്പൊ 1 2 ഉണ്ടാവണം. 1 2 ഓൾറെഡി ഉണ്ട്. അടുത്ത് 1 2 2 3 ഉണ്ടെങ്കിൽ 1 3 ഉണ്ടാവണം, അത് ഓൾറെഡി ഉണ്ട്. 1 3 1 1 ഉണ്ടെങ്കിൽ 1 1 ഉണ്ടാവണം, 1 1 ഓൾറെഡി ഉണ്ട്. അപ്പോൾ എല്ലാ സാധ്യതകളും നോക്കി. അപ്പോൾ എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സി ഉണ്ടോ എന്നുള്ള കണ്ടീഷൻ നമ്മൾ ചെക്ക് നോക്കി, എല്ലാത്തിലും ഉണ്ട്. അതുകൊണ്ട് ഇതെന്താണ്? സിമെട്രിക് ട്രാൻസിറ്റീവ് ആണ്. പക്ഷെ ഇത് സിമെട്രിക് അല്ല. കാരണം എന്താ? 2 1 ഇല്ല, 3 1 ഇല്ല. അപ്പൊ 2 1 ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സിമെട്രിക് അല്ല. റിഫ്ലക്സീവ് ആണോ? റിഫ്ലക്സീവ് അല്ല. കാരണം 2 2 3 3 ഇല്ല. 2 2 3 3 ഇല്ലാത്തതുകൊണ്ട് ഇതെന്താവില്ല? റിഫ്ലക്സീവ് ആവില്ല. പക്ഷെ ഇതെന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിലോ R equal to 1 1 1 2
2 3 ഇങ്ങനെയാണ് വിചാരിക്കും. ഇവിടെ 1 2 ഉണ്ട് 2 3 ഉണ്ട്. അപ്പോ എന്തുണ്ടാവണം? 1 3 ഉണ്ടാവണം. പക്ഷെ 1 3 ഉണ്ടോ? 1 3 ഇല്ല. അതുകൊണ്ട് ഇതെന്തല്ല, ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ഇത് റിഫ്ലക്സീവും അല്ല, ട്രാൻസിറ്റീവും അല്ല, സിമെട്രിക്കും അല്ല ഈ റിലേഷൻ. അപ്പോൾ എക്സാമ്പിൾ ചോദിച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അതായത് ആർ ഈക്വൽ ടു 1 1 1 2 2 3 എഴുതി കഴിഞ്ഞാൽ റിഫ്ലക്സീവും ആവില്ല, സിമെട്രിക്കും ആവില്ല, ട്രാൻസിറ്റീവും ആവില്ല. ഓക്കെ, അപ്പോൾ ഡിഫറെന്റ് എക്സാമ്പിൾസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ എഴുതാന്ന് വിചാരിക്കുക. ഗിവ് ക്വസ്റ്റ്യൻ, give example of a relation which is symmetric, transitive but not reflexive. ഒരു റിലേഷൻ കണ്ടുപിടിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം, പക്ഷെ എന്താവാൻ പാടില്ല, റിഫ്ലക്സീവ് ആവാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഒരു റിലേഷൻ എങ്ങനെ ഏതാ പറയാൻ പറ്റുക? അപ്പൊ ഞാൻ ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 എടുത്തു. ഓക്കെ, അപ്പൊ ഞാൻ ആർ എന്ന് പറഞ്ഞ റിലേഷൻ ഡിഫൈൻ ചെയ്യും. 1 1 ഉണ്ട്, 1 2 ഉണ്ട്, 2 1 ഉണ്ട്, ഓക്കെ. 1 1 1 2 2 1 ക്ലിയർലി 2 2 ഇല്ല, 2 2 നോട്ട് എലമെന്റ് ഓഫ് ആർ ആണ്. സോ ആർ ഇസ് നോട്ട് റിഫ്ലക്സീവ്. റിഫ്ലക്സീവ് ആണെങ്കിൽ ഇവിടെ 1 1 ഉണ്ടാവണം, 2 2 ഉണ്ടാവണം, 3 3 ഉണ്ടാവണം. ഓക്കെ, ഇവിടെ 2 2 ഇല്ല, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നോട്ട് റിഫ്ലക്സീവ്. സിമെട്രിക് ആണോ? സിമെട്രിക് ആണ്. 1 2 എലമെന്റ് ഓഫ് ആർ ആണ്, 2 1 ഉം എലമെന്റ് ഓഫ് ആർ ആണ്. സോ ആർ ഈസ് സിമെട്രിക്. ഓക്കെ, ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് ആണ് കാരണം 1 2 ഉണ്ട്, 2 1 ഉണ്ട്, അപ്പൊ 1 1 ഉണ്ടാവണം, 1 1 ഉണ്ട്. ഓക്കെ, 1 1 ഉണ്ട്, 1 2 ഉണ്ട്, 1 2 ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ സാധ്യതകളും നോക്കുക, അത് ട്രാൻസിറ്റീവ് ആണ്. ഇംപ്ലൈസ് 1 1 എലമെന്റ് ഓഫ് ആർ. സോ ആർ ഈസ് ട്രാൻസിറ്റീവ്. അപ്പോൾ ട്രാൻസിറ്റീവും ആണ്, സിമെട്രിക്കും ആണ്, പക്ഷെ എന്തല്ല, റിഫ്ലക്സീവ്. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇതുപോലെ നമുക്ക് ഇതിന്റെ ഏറെ തരം എക്സാമ്പിൾ വേണമെങ്കിലും കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ഇപ്പൊ ഇങ്ങനെ എഴുതി നിൽക്കാം. Let A equal to 1 2 3, R equal to 1 1 2 2 3 3. ഓക്കെ, ഈ റിലേഷനെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? റിഫ്ലക്സീവ് ആണ് കാരണം 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. എല്ലാ എലമെന്റും അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ക്ലിയർലി ആർ ഈസ് റിഫ്ലക്സീവ്. ഓക്കെ, സിമെട്രിക് ആണോ? സിമെട്രിക് ആണ്. എങ്ങനെയാ നോക്കുക? 1 1 ഉം ഉണ്ടെങ്കിൽ എ ബി ഉണ്ടെങ്കിൽ ബി ഉണ്ടോ നോക്കണം. പക്ഷെ എ ബി ഫോമിൽ ഒരു എയും ബിയും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഒന്നും തന്നെ ഇതിലില്ല. അതുകൊണ്ട് ആർ സിമെട്രിക് ആണ്. ആർ ഇസ് സിമെട്രിക്. അതായത് എ ബി ഉണ്ടെങ്കിലേ ബി ഉണ്ടോ നോക്കേണ്ട ആവശ്യമുള്ളൂ. എ ബി ഉണ്ടായിട്ട് ബി ഇല്ലാതിരുന്നാലേ സിമെട്രിക് ആവാതിരിക്കുള്ളൂ. ഓക്കെ, എപ്പോഴാണ് സിമെട്രിക് ആവാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. എപ്പോഴാണ് സിമെട്രിക് ആവാതിരിക്കുക? ഇപ്പൊ 1 2 ഉണ്ടായിരുന്നു, പക്ഷെ 2 1 ഇല്ല, അപ്പൊ സിമെട്രിക് അല്ല. ഓക്കെ, ഇവിടെ 1 1 ഉണ്ട്, തിരിച്ചിട്ടാലും 1 1 തന്നെയാണ്, അതിനകത്ത് ഉണ്ട്. 2 2 ഉണ്ട്, തിരിച്ചിട്ടാലും 2 2 തന്നെയാണ്, അതിനകത്തുണ്ട്. 3 3 ഉണ്ട്, 3 3 തിരിച്ചിട്ടാലും അതിനകത്തുണ്ട്. അതുകൊണ്ട് അത് സിമെട്രിക് ആണ്. ഓക്കെ, സിമെട്രിക് ആവാതിരിക്കുക എപ്പോഴാണ്? ഇപ്പൊ 1 2 ഉണ്ട്, പക്ഷെ 2 1 ഇല്ല, അല്ലെങ്കിൽ 1 3 ഉണ്ട്, 3 1 ഇല്ല, അല്ലെങ്കിൽ 2 3 ഉണ്ട്, 3 2 ഇല്ല. അങ്ങനെ വരുമ്പോഴാണ് എന്താവാതിരിക്കുക? സിമെട്രിക് ആവാതിരിക്കുക. അപ്പൊ അത് എന്താണ്? സിമെട്രിക്. ട്രാൻസിറ്റീവ് ആണോ? 1 1 ഉണ്ട്, പിന്നെ 1 റിലേറ്റഡ് ആയിട്ടുള്ള വേറെ എലമെന്റ് ഇല്ല, 2 2 ഉണ്ട്, 2 റിലേറ്റഡ് ആയിട്ടുള്ള വേറെ എലമെന്റ് ഇല്ല. അതുകൊണ്ട് അത് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ആർ ഈസ് ട്രാൻസിറ്റീവ്. എപ്പോഴാണ് ട്രാൻസിറ്റീവ് ആവാതിരിക്കുക? ഇപ്പൊ 1 2 ഉണ്ട്, 2 3 ഉണ്ട്, പക്ഷെ 1 3 ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിറ്റീവ് ആവില്ല. ഓക്കെ, ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം വരുന്നില്ല. അതുകൊണ്ട് അതെന്താണ്? ട്രാൻസിറ്റീവ്. എപ്പോഴാണ് ആവാതിരിക്കുക എന്നുള്ളതാണ് പഠിച്ചേക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ആവാതിരിക്കുന്ന സാഹചര്യം വരുന്നില്ലെങ്കിൽ അതാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സിമെട്രിക് ആവാതിരിക്കുന്നത് എപ്പോഴാണ്? 1 2 ഉണ്ടായിട്ട് 2 1 ഇല്ലാതിരുന്നാലാണ് സിമെട്രിക് ആവാതെ. 1 3 ഉണ്ടായിട്ട് 3 1 ഇല്ലാതിരിക്കുമ്പോഴാണ് എന്താവുക? സിമെട്രിക് ആവാതിരിക്കുക. പക്ഷെ അങ്ങനെ വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് സിമെട്രിക് ആണ്. അതുപോലെ ട്രാൻസിറ്റീവ് ആവാതിരിക്കുക എപ്പോഴാണ്? 1 2 2 3 ഉണ്ട്, പക്ഷെ 1 3 ഇല്ല എന്ന് പറഞ്ഞാൽ അത് ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയാം. അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടോ? ഇല്ല. ഈ റിലേഷൻ എന്താണ്? ആർ ഈസ്
reflexive, symmetric and transitive. ഓക്കെ, ഇങ്ങനെയുള്ള റിലേഷൻസിനെയാണ് നമ്മൾ ഇക്വിവാലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇക്വിവാലൻസ് റിലേഷൻ. ഓക്കെ, റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് റിലേഷൻ. ഈ എല്ലാ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷനെയാണ് നമ്മൾ എന്ത് പറയാ? ഇക്വിവാലൻസ് റിലേഷൻ. ഇപ്പൊ ഡെഫിനിഷൻ എഴുതാം. ഡെഫിനിഷൻ equivalence relation. A relation R on a set A. A relation R on a set A is called, is said to be an equivalence relation. An equivalence relation. An equivalence relation if R is reflexive, symmetric and transitive. R reflexive ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഇതെല്ലാം ആണെങ്കിൽ അത് എന്തായിരിക്കും? ഒരു ഇക്വിവാലൻസ് റിലേഷൻ. ഓക്കെ, ഇക്വിവാലൻസ് റിലേഷന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എക്സാമ്പിൾ സെറ്റ് A ഈക്വൽ ടു സെറ്റ് 1 2 3 എഴുതുക. R ഈക്വൽ ടു സെറ്റ് 1 ഓർഡർ പെയർ 1 1, ഓർഡർ പെയർ 1 2 2, ഓർഡർ പെയർ 3 3. Okay, so R is reflexive, symmetric and transitive. So R is an equivalent relation. Equivalence relation എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് പ്രോബ്ലം. ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. എന്താണ് ഇക്വിവാലൻസ് റിലേഷൻ എന്ന് പഠിക്കാം. ഓക്കെ, നിങ്ങൾക്കൊരു പ്രോബ്ലം തരാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹോംവർക്ക്. ഗിവ് എക്സാമ്പിൾ ഫോർ എ റിലേഷൻ which is reflexive but not symmetric and transitive. രണ്ടാമത്തെ, give example for a relation which is symmetric, reflexive but not transitive. Okay, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്സാമ്പിൾസ് കണ്ടുപിടിക്കും. ഓക്കെ, ദാറ്റ് ഈസ് യുവർ ഹോംവർക്ക്.